നമസ്കാരം. അപ്പം നമ്മൾ പറഞ്ഞതെന്നു വെച്ചാല് ആ ഒരു നല്ലൊരു നിമിഷത്തില്, അതായത് മികച്ച കസ്റ്റംസ് ഓഫീസറെ തിരഞ്ഞെടുക്കപ്പെട്ട് അവാർഡ് നേടിയ ആ നിമിഷത്തില് നമുക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനോ പറ്റിയില്ല. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൂട്ടിക പഞ്ചായത്തിലെ പ്രഥമ വനിതയുടെ വീട്ടിലാണ്. ആൻസി അഗസ്റ്റിൻ, സിബി ദമ്പതികളുടെ അവരുടെ പുത്രന് നമ്മുടെ സംസ്ഥാനത്തെ മികച്ച കസ്റ്റംസ് ഓഫീസറായി, ഏറ്റവും മികച്ച കസ്റ്റംസ് ഓഫീസറായി അവാർഡ് കിട്ടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ നാട്ടിലുള്ളതല്ല തന്നെ ഒരുപാട് പോസ്റ്റുകൾ ഇടുകയും ആ ഫോട്ടോകൾ, അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് സത്യത്തിൽ അന്ന് എന്തോ തിരക്കായിരുന്നു, ഉത്സവത്തിന്റെ തിരക്കൊക്കെ ആയിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഫോട്ടോ മെമ്പറോട് മേടിക്കാനും പറ്റിയില്ല, പ്രസിഡന്റിനോട് മേടിക്കാനും പറ്റിയില്ല, പോസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു, ഇവരുടെ ഭവനത്തിൽ വന്ന്, വീട്ടിൽ വന്ന് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യണം, അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ മനസ്സിലെ ആഗ്രഹം. ഏതായാലും ഇന്ന് ഞാൻ പ്രസിഡന്റിനെ ഫോൺ വിളിച്ചപ്പോൾ വീട്ടിലുണ്ടെന്ന് അറിയാൻ സാധിച്ചു. പഞ്ചായത്തിലോട്ട് പോകാൻ ഇറങ്ങുന്ന ഭാവമാണ്. എങ്കിലും നമ്മളോട് 10 മിനിറ്റ് തന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി 10 മിനിറ്റ് തരാം എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ മികച്ച കസ്റ്റംസ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട അവാർഡ് നേടിയ എബിൻ കൊരട്ടിയിലിന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടിക പഞ്ചായത്തിലെ പ്രഥമ വനിതയായ ആൻസി അഗസ്റ്റിന്റെ സിബി ദമ്പതികളുടെ മകന് നമുക്ക് ആ ഭവനത്തിലേക്ക് ചെല്ലാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. നമസ്കാരം. എബിൻ കൊരട്ടിയിലിന് നമ്മുടെ മികച്ച സംസ്ഥാനത്തെ മികച്ച കസ്റ്റംസ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട അവാർഡ് കിട്ടുകയൊക്കെ ചെയ്ത സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ, പ്രധാനമായി ഫേസ്ബുക്കിൽ നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റിയില്ല. അന്ന് ഉത്സവത്തിന്റെ തിരക്കാണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പോസ്റ്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ അതേ പോസ്റ്റ് നമ്മൾ ആവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴേലും വീട്ടിൽ വന്ന് തന്നെ രണ്ടുപേരുടെയും കൂടി ഒരു അഭിമുഖം കൂടെ കൂട്ടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അതായത് ഇന്ന് അത് നടന്നു. വളരെ സന്തോഷം. മക്കളുടെ ആ അഭിമാന നിമിഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് അഗസ്റ്റിന്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 38 വർഷമായി. ഞങ്ങൾ കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. മൂത്തയാള് എബിൻ കെ അഗസ്റ്റിൻ. മോനിപ്പോൾ കസ്റ്റംസിൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഇത്തവണത്തെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കസ്റ്റംസ് ഓഫീസർക്കുള്ള അവാർഡ് മോന് ലഭിക്കുകയുണ്ടായി. അതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. മോനും ഭാര്യ അനുവും 2 മക്കളും കോഴിക്കോട് വേപ്പൂരാണ് ജോലി ചെയ്യുന്നത്. മോള് കോളേജ് പ്രൊഫസറായിരുന്നു, ഇപ്പം കുറച്ച് നാളായിട്ട് ലീവിലാണ്. പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട്, മരിയ കെ അഗസ്റ്റിൻ. അവള് BSc നേഴ്സാണ്, ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നു. മോള് 2021 നേഴ്സായിരിക്കെ എറണാകുളത്ത് വെച്ച് നടന്ന മിസ് കേരള മത്സരത്തിൽ പങ്കെടുക്കുകയും അവള് സെക്കൻഡ് റണ്ണറപ്പ് ആവുകയും ബെസ്റ്റ് ടാലന്റ് 2 അവാർഡുകൾ നേടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ ചെറുപ്പത്തില് സ്വന്തമായിട്ട് ഡാൻസും ഒക്കെ കളിച്ച് സ്കൂളിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് അങ്ങനെയുള്ള പരിശീലനങ്ങളൊന്നും കൊടുത്തില്ല എങ്കിലും ജീവിതത്തിൽ അവർ സ്വയം പഠിച്ചെടുത്ത കാര്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് വിവാഹ ഫോട്ടോ കണ്ടോ? എന്റെ മോളെയും കൂടെ. 2 പേരും 2 വ്യത്യസ്ത മേഖലയിലാണ്.
ഹായ്, നമസ്കാരം. കാണുന്നുണ്ടോ? തിരിച്ചു പിടിക്കണം. നമസ്കാരം. അപ്പം നമ്മൾ പറഞ്ഞതെന്നു വെച്ചാൽ ആ ഒരു നല്ലൊരു നിമിഷത്തിൽ, അതായത് മികച്ച കസ്റ്റംസ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട് അവാർഡ് നേടി ആ നിമിഷത്തിൽ നമുക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനോ പറ്റിയില്ല. അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരു കുറ്റബോധമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു സംഭവം നമ്മളിലൂടെ അറിയിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് മുതൽ ഞാൻ പ്രസിഡന്റിനെ സമീപിച്ചു, നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സമ്മതിച്ചു. അപ്പോൾ നമുക്ക് ഇന്നാണ് അതിനുള്ള സൗകര്യം കിട്ടിയത്. അപ്പോൾ എല്ലാവിധ എന്നാ പറയുന്നത്, കൺഗ്രാജുലേഷൻസ്. ഒരുപാട് സന്തോഷം. ആ നിമിഷത്തെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായിട്ടും എന്താ പറയുന്നത്, ഇത്ര വർഷത്തെ സർവീസില് 13-14 വർഷത്തോളം ഉണ്ടായിരുന്ന ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് സർവീസിനിടയ്ക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ് അത്. ഓൾ കേരള ബേസ് ചെയ്ത് കൊച്ചിൻ കമ്മീഷണറേറ്റ് നിന്നാണ് എനിക്ക് കിട്ടിയത്. കമ്മീഷണർ ടിജു സാറാണ് എനിക്കിത് സമ്മാനിച്ചത്. ആ നിമിഷത്തില് നമുക്ക് എന്താ പറയുന്നത്, അത് വാങ്ങുന്ന സമയത്ത് എന്റെ മനസ്സിൽ കൂടെ ഞാൻ ചെറുപ്പം മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഗുരുക്കന്മാര്, മാതാപിതാക്കള്, സുഹൃത്തുക്കള്, എന്റെ കൂടെ വർക്ക് ചെയ്ത സുപ്പീരിയർ ഓഫീസേഴ്സ്, എന്റെ ജൂനിയർ ഓഫീസർമാര്, എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു നമ്മളെ താങ്ങി നിർത്തിയതിന്റെ ബേസിലാണ് നമുക്ക് ആ ഒരു അവാർഡ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും NDR വന്ന് ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ, നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് അതിൽ കൂടുതൽ അഭിമാനമുണ്ട്. ഈ ഒരു അവസരത്തില് ഞാനായിട്ട് മാറാൻ, ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഞാനായിട്ട് മാറാൻ എന്നെ സഹായിച്ച എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, എന്റെ സഹപാഠികളെ, ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റുകളിലൂടെ കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്റെ സുപ്പീരിയർ ഓഫീസർമാരാണെങ്കിലും എന്റെ സഹ ഉദ്യോഗസ്ഥരാണെങ്കിലും ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും എല്ലാവരും ചെലുത്തിയ ഒരു സ്വാധീനം, ആ സ്വാധീനമാണ് നമ്മളെ ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ മാറ്റം നമുക്ക് ഒരു ദിവസം ഉണ്ടാകുമ്പോൾ പോലും അത് മുന്നോട്ട് വരുമ്പോൾ അതൊരു വലിയ മാറ്റമായിട്ട് നമ്മൾ പ്രതിഫലിക്കും. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിച്ചേരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയുകയാണെങ്കിൽ NDR എന്റെ ചൈൽഡ്ഹുഡില്, ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ച അംഗൻവാടിയിലെ ടീച്ചർമാര്, മുന്നോട്ട് വരുമ്പോൾ ഒളയനാട് സ്കൂള്, SDM UP സ്കൂൾ ഒളയനാട് സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ അധ്യാപകര്, അതുപോലെ മർത്തി സ്കൂളിൽ വരുമ്പോ അവിടെ 8ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിച്ച കാലഘട്ടത്തിലെ അധ്യാപകര്, എന്റെ സ്കൗട്ട് മാസ്റ്റർ, പിന്നെ മുന്നോട്ട് വരുമ്പോ അതിനുശേഷം ചെന്നൈയിലാണ് ഞാൻ പിന്നെ പഠിച്ചത്. +2 ശേഷം ചെന്നൈയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ട്രെയിനിങ്ങില് നോട്ടിക്കൽ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള വെസൽ നാവിഗേറ്റർ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് നമ്മൾ പഠിച്ചത്. അത് പഠിക്കുന്ന സമയത്താണെങ്കിലും നാട് വിട്ട് പുറത്തേക്ക് വന്ന് ഒറ്റപ്പെട്ട സമയങ്ങളിലൂടെ സഞ്ചരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മറ്റൊരു നാട് വിടൽ മുംബൈയിലേക്ക്, അത് ചെന്നൈയിൽ നിന്ന് പഠിച്ച കോഴ്സിന്റെ ബാക്കിയായിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഫിഷറി സർവീസ് ഓഫ് ഇന്ത്യയിൽ, അതും സെൻട്രൽ ഗവൺമെന്റ് തന്നെയായിരുന്നു. അവിടെ ഒരു 2.5 വർഷത്തോളം എക്സ്പീരിയൻസ് ചെയ്തു. അതിനുശേഷം 2013 SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം ക്ലിയർ ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗത്തിലേക്ക് ചുവടുവെച്ചു. പിന്നീട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏകദേശം ഒരു 5.5 വർഷത്തോളം വർക്ക് ചെയ്ത ശേഷം UPSC എക്സാമിനേഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് 5ാം റാങ്കോടെ ഞാൻ കസ്റ്റംസിലേക്ക് ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പം ആ ഒരു സമയത്തും ശരിക്കും NDRകാർക്ക് ആർക്കും അറിയത്തില്ല SSC എക്സാമിനേഷനിലേക്ക് നമുക്ക് കടന്നു വരാം. PSCക്ക് അപ്പുറത്തേക്ക് SSC ഉണ്ട്, UPSC ഉണ്ട്. നമുക്കതൊക്കെ ഉപയോഗപ്പെടുത്താം. നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കിട്ടുന്ന മേഖലകളാണ് അതൊക്കെ. നമ്മളെല്ലാവരും കൂടുതൽ ആൾക്കാരും PSC എക്സാം ഫോക്കസ് ചെയ്തു പോകുന്ന ആൾക്കാരാണ്. നമുക്ക് അതിനിപ്പുറം SSCയും UPSC ഒക്കെ ഉണ്ടെന്ന് ഒരു അറിവിലേക്ക് ഞാനും ആ ഒരു സമയത്താണ് എത്തിയത്. അങ്ങനെ UPSC എക്സാം ക്ലിയർ ചെയ്തിപ്പം കസ്റ്റംസിലായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 8 വർഷത്തിന് മേളിലായി. മൊത്തം സെൻട്രൽ ഗവൺമെന്റിലായിട്ട് ഏകദേശം 14 വർഷം ആകുന്നു. ഈ 14 വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് നമ്മളെ തേടി ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് എത്തുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ.
കൂടുതൽ അവാർഡുകൾ ഇനി കിട്ടട്ടെ. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കുക, ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അത് ജെന്യൂനായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മുടെ സഹ ഉദ്യോഗസ്ഥന്മാരോടും സുപ്പീരിയർ ഓഫീസേഴ്സുമായിട്ടും സബോർഡിനേറ്റ്സുമായിട്ടും എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ പുലർത്തുക, എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുക. അപ്പൊ തന്നെ നമുക്ക് ഒരു നല്ല അറ്റ്മോസ്ഫിയർ രൂപപ്പെടും. നമുക്ക് ചുറ്റുപാട് ഒരു നല്ല അറ്റ്മോസ്ഫിയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാനും മുന്നോട്ട് പല കാര്യങ്ങളും നല്ല നല്ല പുതിയ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ വേറൊരു നിമിഷം പറയട്ടെ. നമ്മൾ ഈ ഫോണിലൂടെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആ വീട്ടിലെ താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്ന വീട്ടിലെ ആ ഫോട്ടോയും എൻ്റെ ഫ്രെയിമിൽ തന്നെ ഇതിനകത്തുള്ള നമ്മുടെ ഈ വീട്ടിലെ ഫോട്ടോയും ഒരേ ഫോട്ടോകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഫാമിലി വൈഫ്, 2 പെൺമക്കളുണ്ട്. വൈഫ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു മുന്നേ. അത് കഴിഞ്ഞ് ചെന്നൈയിൽ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പിള്ളേര് വളരെ ചെറുതായതുകൊണ്ട് ഒരു 1ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നതേ ഉള്ളൂ. മൂത്തയാള് ഇപ്പം LKG-ലാണ്, ഇളയാള് ഒരു വർഷം PKG-യിലേക്ക് ചുവടുവയ്ക്കുന്നു. അപ്പം അത്രയും കുഞ്ഞ് പിള്ളേരായതുകൊണ്ട് എന്താ പറയുന്നത്, ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ അമ്മയും പപ്പയും അവരുടേതായുള്ള വലിയ വലിയ തിരക്കുകളിൽ കൂടെ സഞ്ചരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പൊ താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എന്നാലും ജോലിക്ക് പിള്ളേരൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് പോയി ഒന്ന് വൈകുന്നേരം വരുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഒരു 4 മണി 5 മണി സമയത്തേക്കൊക്കെ വരുന്ന സ്കൂൾ വിട്ട് വരുന്ന ടൈം ആയി കഴിഞ്ഞാൽ വൈഫും ജോലിക്ക് പോയി തുടങ്ങും. പിന്നെ പിള്ളേര് 2 പേര് പെൺമക്കള്, എയ്ഡ അന്ന എബിൻ, എയ്മ ആൻഡ് വൈഫ് അനിമോൾ തോമസ്. പിന്നെ അത്രയൊന്നും പറയണ്ടല്ലോ, ആൻസി അഗസ്റ്റിൻ. എന്നാലും നമ്മള് അവരെ കുറിച്ച് എല്ലാവർക്കും അറിയാമെങ്കിലും മകൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നമ്മള് ഇപ്പം ഉളനാട് സ്കൂളിൽ അല്ലെങ്കിൽ മർഫി സ്കൂളിലൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഉളനാട് സ്കൂളിൽ പഠിക്കുമ്പം അല്ലെങ്കിൽ മർഫി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ സാഹചര്യവും ചുറ്റുപാടുകൾ അച്ഛൻ്റെയും അമ്മയുടെയും ആ ജീവിത നിലവാരവും ഒക്കെ എങ്ങനെയായിരുന്നു താങ്കൾക്ക് ഓർമ്മയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ആ ചുറ്റുപാടുകളാണ് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് എന്താ പറയുന്നത് എന്നെ ഒരുപാട് സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ഒരു ഏറ്റവും ചെറിയ കാര്യം തൊട്ട് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത് ആ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നുണ്ട്. ചിലപ്പം കുറച്ചുകൂടെ മുൻപിയ ചുറ്റുപാടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരാൾക്ക് ഉള്ള ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സാധാരണക്കാരനുണ്ടാകുന്ന ഫീലിങ്സ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും നമ്മൾ ഒരു സാധാരണക്കാരനായിട്ടിരുന്ന് മാത്രമേ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സുകൊണ്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ജീവിത സാഹചര്യങ്ങൾ കൂടുന്തോറും സുഖങ്ങൾ കൂടുന്നവരും നമുക്ക് ചെറിയ കാര്യങ്ങൾ അറിയപ്പെടാതെ പോകും. അപ്പൊ എപ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങളും തുടങ്ങുമ്പോൾ നമുക്ക് അതായത് ബേസ്മെന്റിൽ നിന്ന് തുടങ്ങിപ്പോകാന്നുള്ള പറയുന്നത് പോലെ തന്നെ ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ആദ്യം കിട്ടുന്നതും കുറച്ച് കുറവുകൾ എപ്പോഴും നമുക്ക് സംഭവിച്ചാൽ മാത്രമേ നമുക്ക് അത് പിന്നീട് കിട്ടുമ്പോൾ അതിന്റെ വില മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആ ചുറ്റുപാടുകളെ ഞാൻ ഇപ്പോഴും ഒരുപാട് സ്നേഹിക്കുന്നു. അതിൽ നിന്ന് ഒരുപാട് വലിയ മാറ്റം വന്നൊരു അവസ്ഥയിലൊന്നും ഇപ്പോഴും നമ്മളുള്ളത്. ഇപ്പോഴും എന്താ പറയാ ആ ഒരു ചുറ്റുപാടുകൾ ഓർമ്മപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. ഓക്കെ. അപ്പം അതിന് ദൈവത്തിന്റെ എല്ലാ ഉള്ള അനുഗ്രഹവും ഉണ്ടാകട്ടെ. കാരണം ആ ഒരു മനസ്ഥിതിയൊക്കെ എല്ലാവർക്കും തോന്നണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വലിയ പാടാണ്. അപ്പൊ താങ്കളുടെ പൊന്നോമന പെങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പെങ്ങള് നമ്മളെക്കാളും വലിയൊരു സംഭവമാണ്. പെങ്ങള് ഞാൻ പഠിച്ചതിന് ശേഷം എന്താ പറയുക ആ സ്കൂളുകൾ കുറച്ചുകൂടെ ഡെവലപ്പായ സമയത്ത് അവിടുന്ന് പഠിച്ചിറങ്ങി വന്നൊരു ആളാണ്. പിന്നെ അതുകൂടാതെ പെങ്ങള് നല്ല രീതിയിൽ അവിടുന്ന് ഒളനാട് സ്കൂൾ സെയിം അതേ സ്കൂളുകളിൽ ഞാൻ പഠിച്ച അതേ പാതയിൽ വന്ന ആളാണ്. +2 വരെ ഒളനാട് സ്കൂളും മർഫി സ്കൂളും. അതിനുശേഷം നേഴ്സിംഗിലേക്ക് പോയി. നേഴ്സിംഗിന് നല്ല രീതിയിൽ നന്നായി പഠിച്ച് കോവിഡ് ടൈമിലൊക്കെ പുള്ളിക്കാരുടെ സേവനം നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആ കോവിഡ് ടൈമിൽ ഒരിക്കലും മാറി നിൽക്കാതെ ഒട്ടും വിട്ടു നിൽക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. അങ്ങനെ പ്രവർത്തിച്ച് കോവിഡ് വരെ പുള്ളിക്കാരിക്ക് വന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഒരു സമയത്ത് എല്ലാവരും ഒളിച്ചിരുന്ന സമയത്ത് പുറത്തിറങ്ങി ജോലി ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ മനസ്സിലാക്കി പുള്ളിക്കാരി ആ സമയത്ത് കാണിച്ചു. അതൊരു വലിയ ധൈര്യമായിരുന്നു. ഞാൻ ഓർത്തിട്ടുണ്ട്.
തീർച്ചയായിട്ടും നമ്മുടെ പോസ്റ്റുകളിലൊക്കെ അസുഖങ്ങളൊന്നും പോലും അറിയത്തില്ല, മാറി നിൽക്കുന്ന സമയത്ത് എങ്ങനെ അഫക്ട് ചെയ്യുന്ന അറിയത്തില്ലാത്ത സമയത്ത് ജോലിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങി നല്ല രീതിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെയൊക്കെയാണ് അതിന്റെയൊക്കെ അനുഗ്രഹമാണ്. മരിയ ഇപ്പം ന്യൂസിലൻഡിലെ ഗവൺമെന്റ് സർവീസിൽ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാനുള്ള ഒരു പ്ലാനിലൊക്കെ ഉണ്ട്. വന്ന് ഇനി മരിയയുടെ കല്യാണം കാര്യങ്ങളൊക്കെ നോക്കേണ്ട ഒരു സമയമായോണ്ട് പുള്ളിക്കാരി ഈ വർഷം തന്നെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടയ്ക്കൊക്കെ നമ്മുടെ പോസ്റ്റുകളില് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ലൈക്കും കമന്റും ഒക്കെ ആയിട്ട് എത്താറുണ്ട്. അതെ, നാട്ടിലില്ലെങ്കിലും നാട്ടിലുള്ള ഒരു പ്രതിനിധി നമുക്ക് തരുന്നുണ്ട്. പരമാവധി ഞങ്ങള് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നാട് വിട്ട് ഉള്ള ഒരു ലൈഫാണ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ ഏകദേശം 2007 ശേഷം കേരളത്തില് തിരിച്ചു വരുന്നത് 2023 ഏകദേശം ഒരു 17 വർഷത്തോളം, അതായത് 17 വയസ്സ് വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. പിന്നീടുള്ള ഒരു 17 വർഷക്കാലം ഞാൻ നാട് വിട്ടിട്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ജോലിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നാട് വിട്ടിട്ടാണ് നിന്നിരുന്നത്. തിരിച്ച് കേരളത്തിൽ വന്നു. എന്തിനാണ് നാട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ജോലിയുടെ ഉത്തരവാദിത്തങ്ങള്, പിന്നെ ദൂരം. ജോലിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അവിടെ കസ്റ്റംസിന്റെ മറൈൻ പ്രിവന്റീവിലാണ് ഞാനിപ്പം ഉള്ളത്. മറൈൻ പ്രിവന്റീവിലെ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ പൊന്നാനി, നമ്മുടെ മലപ്പുറം പൊന്നാനി മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെയുള്ള ഒരു ജൂറിസ്ഡിക്ഷനാണ് ഉള്ളത്. അത്രയും വലിയൊരു ഏരിയയാണ് നമ്മുടെ അണ്ടറിലുള്ളത്. അപ്പൊ അത്രയും ഏരിയയിലെ കാര്യങ്ങള് അതിനുള്ള നമുക്ക് മറൈൻ പ്രിവന്റീവിന്റെ സ്റ്റാഫുകള്, അതുപോലെ നമ്മുടെ ഹൈ സ്പീഡ് ക്രാഫ്റ്റുകള്, പെട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റുകള്, ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാനും അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മളിലുള്ളപ്പോ നമുക്ക് പെട്ടെന്നൊന്നും ഒഴിവായി എന്താ പറയുക ഒന്ന് മാറി നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പരമാവധി നാട്ടിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് ഫാമിലിയായിട്ട് വന്ന ഒരു വളരെ കുറഞ്ഞൊരു ഒരാഴ്ചക്കുള്ളിൽ നിൽക്കുന്ന രീതിയിൽ നിന്നിട്ട് പോരാറാണ് പതിവ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വന്ന് നിൽക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ കാരണം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളും നമ്മൾ വളർന്ന ചുറ്റുപാടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അവിടെ നാട്ടിൽ വന്നാൽ സ്ഥിരമായിട്ട് നിൽക്കുക, അവിടുത്തെ ആൾക്കാരെല്ലാം കാണുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, അവിടുത്തെ ആ ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളുകളിലും അല്ലെങ്കിൽ നാട്ടിലെ ചെറിയ ചെറിയ ഒത്തുകൂടലുകളിലൊക്കെ നമ്മളൊന്ന് പോയി കണ്ടു നിൽക്കുക. എല്ലാവരും നമ്മളെ ആ സുഹൃത്തുക്കളിൽ നമുക്ക് കാണാൻ പറ്റുന്ന അവരുടെ ചിരി, അവരുടെ സംസാരം, അങ്ങനെയൊക്കെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ വരാത്തത്. പരമാവധി നമ്മളെ വീഡിയോ കണ്ടോ? ഇടയ്ക്കൊക്കെ നാട്ടുകാരുടെ ചിരിയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. കാണുന്നുണ്ട്, വീഡിയോകളൊക്കെ കാണുന്നുണ്ട്. ചേട്ടന്റെ എല്ലാ വീഡിയോകളും കാണാറുണ്ട്. അതില് കമന്റ്സ് ചെയ്യാറുണ്ട്, അഭിപ്രായങ്ങള് പറയാറുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം നാട്ടിലെ കാര്യങ്ങള് ദൂരെയുള്ള ആൾക്കാർക്ക്, നാടുമായിട്ട് വിട്ടു നിൽക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന ചേട്ടന്റെ മനസ്സിൽ ഒരുപാട് നന്ദി. നമുക്ക് അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എല്ലാരും ഒന്നും ഇങ്ങനെ ചെയ്യില്ല. ഇതൊരു അഭിമാന നിമിഷമായിട്ടാണ് കരുതുന്നത്. ഭാര്യ പ്രസിഡന്റ് ആകുന്നു, മക്കൾക്ക് ഇതുപോലെ അവാർഡ് കിട്ടുന്നു, പിന്നെ ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. അതൊക്കെ പറയാം. പിന്നെ ഏത് പണിയെടുക്കാനുള്ള മനസ്സ്, കുടുംബം നോക്കാതുള്ളതായിരുന്നു എന്റെ പ്രധാന കാര്യം. അങ്ങനെ പഠിപ്പിച്ച് നല്ല നിലയിലായി. നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നു, ജനങ്ങൾ നമ്മളെ ഏറ്റെടുത്തു അല്ലേ? അതാണ് സത്യം. അപ്പം മകന് ഈ നമ്മുടെ മികച്ച സംസ്ഥാനത്തെ കസ്റ്റംസ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ താങ്കൾക്ക് എന്താണ് ആ നിമിഷം തോന്നിയ? അധികം സന്തോഷം തോന്നി. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. മരിയയുടെ കാര്യം പറയുകയാണെങ്കിൽ മരിയ നേഴ്സിംഗിന്റെ ഫീൽഡിലുണ്ടായിരുന്നപ്പോൾ തന്നെയാണ് മരിയയ്ക്ക് മിസ് കേരള റണ്ണറപ്പായിട്ട് കിട്ടിയത്. അതും എന്റെ ടീമിൽ ഒരാള് ആ ഒരു എന്താ പറയുന്നത് സമ്മാനത്തിന് അർഹയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ആ ഒരു ഫീൽഡിലേക്ക് വളരെ ചുരുക്കം കയ്യിലുണ്ടാവുന്ന ആൾക്കാരേ ഉള്ളൂ. മര്യാദ അങ്ങനെ ഫീൽഡിലായിട്ടില്ല, അവള് നേഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ അവളത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. അവളുടെ കഴിവുകൾ അവള് സ്കൂളിൽ നിന്ന് തുടങ്ങി അവൾക്ക് കിട്ടിയ എല്ലാ സഹ വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂളിൽ നിന്നും ടീച്ചർമാരിൽ നിന്നൊക്കെ ആ സഹായത്തോടെ അവള് പരിപോഷിപ്പിച്ചെടുത്ത കലാപരമായിട്ടുള്ള കഴിവുകളും മറ്റും അതവിടെ അവർക്ക് ഉപയോഗിച്ച് ആ ഒരു മിസ് കേരള സെക്കൻഡ് റണ്ണറപ്പിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. അതും വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്.
പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു മറൈൻ ഫീൽഡിലേക്ക്, നമ്മുടെ നാട്ടില് മറൈൻ ഫീൽഡില് മറൈൻ എഞ്ചിനീയറിംഗ് ആണെങ്കിലും നോട്ടിക്കൽ സയൻസ് ആണെങ്കിലും മറൈനുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡില് ഇപ്പം എന്റെ അറിവിൽ കുറെ സുഹൃത്തുക്കളുണ്ട്. അവിടെ എന്റെ ഏറ്റവും കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എന്നാലും ഞാനിതിലേക്ക് ചുവട് വെക്കുന്ന കാലഘട്ടത്തില് ഈ ഫീൽഡിനെ പറ്റി അറിയാവുന്ന 1-2 ആൾക്കാർ മാത്രമേ നമ്മുടെ ഒരു ഏരിയയിലുണ്ടായിരുന്നുള്ളൂ. ഈ മറൈൻ ഫീൽഡിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണഭൂതിയായത് അമ്മയുടെ സ്വന്തം ചേച്ചിയാണ്. ചേച്ചി വഴിയാണ് ചേച്ചിയുടെ മകളെ രൂപിക ജോസഫ്, പുള്ളിക്കാരി കേരള കലാതിലകമായിരുന്നു. അതുപോലെ കോട്ടയം ജില്ലയിലും 6-7 തവണ കലാതിലകമായിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കലാതിലകമായിരുന്നു. അപ്പം ചേച്ചി ചെന്നൈയിലെ കലാക്ഷേത്രയില്, നമ്മുടെ കലാമണ്ഡലം പോലെയുള്ള കലാക്ഷേത്രയിലേക്ക് പഠന ആവശ്യമായിട്ട് പോയ സമയത്താണ് ഈ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നതും അതില് എന്നോട് ചേരാൻ വേണ്ടി പറയുന്നതും. അപ്പൊ എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ്. മൊത്തത്തില് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടായിരിക്കും അതിലേക്ക് എന്നെ അവര് എത്തിക്കാനായിട്ട് സഹായിച്ചു. അപ്പൊ അതിൽ നിന്ന് അവിടെ വെച്ചിട്ട് എന്നെ ഈ ഒരു മറ്റൊരു നാട്ടിൽ പോയി നിന്ന് കൂടുതലായിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ദിവാകരൻ എന്ന് പറഞ്ഞിട്ട് ഒരു അങ്കിളാണ്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം തൃശ്ശൂരാണ് ഫാമിലി സെറ്റിൽഡ്. അദ്ദേഹത്തിന്റെയും കൂടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ടാണ് എനിക്കൊരു സാഹചര്യം കിട്ടുന്നത്. നമുക്ക് നമ്മുടെ നാട്ടില് എല്ലാവരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോവുക, അല്ലെങ്കിൽ അന്ന് നേഴ്സിംഗ് ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു, നേഴ്സിംഗിന് പോകും. ഇപ്പൊ എല്ലാവരും എന്താ പറയുക, ബിടെക്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാവരും പോകുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖല തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അമ്മയുടെ ചേച്ചി അതുപോലെ ഈ ദിവാകരണങ്ങളും ചേർന്നിട്ടാണ്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ആൾക്കാരാണ്. നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖല സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന അവരുടെ ആ ഒരു വിശ്വാസം, അതിനോട് എന്റെ മാതാപിതാക്കളും ചേർന്ന് നിന്ന് എല്ലാവരുടെയും ഒരു നമുക്ക് രക്ഷപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എല്ലാ പിള്ളേരും സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നുണ്ട്. മുന്നോട്ട് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മക്കളുടെ ഇഷ്ടപ്പെട്ട മേഖലകള്, നമ്മുടെ മക്കളുടെ ഇഷ്ടപ്പെട്ട മേഖലകള് മാതാപിതാക്കൾക്ക് എല്ലാം അറിയണമെന്നൊന്നുമില്ല, അവർക്ക് ഇഷ്ടപ്പെടണമെന്നോ അറിയണമെന്നൊന്നുമില്ല. പക്ഷെ ആ മക്കളുടെ ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് അവര് പൂർണ്ണ പിന്തുണ നൽകുന്ന നിമിഷം മുതൽ അവര് മക്കൾക്ക് വിജയങ്ങൾ കിട്ടിത്തുടങ്ങുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നമ്മളുടെ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നമ്മളുടെ പിള്ളേർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് ഏത് മേഖലയോടാണ് താല്പര്യം, ആ മേഖലയിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചേരാൻ വേണ്ടി മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളും അതുപോലെ എന്താ പറയുന്നത് നല്ല രീതിയിൽ അവരിഷ്ടപ്പെടുന്ന മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു നിമിഷത്തെ കുറിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾക്ക് വളരെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വളരെ കഷ്ടപ്പാടിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് ഞങ്ങൾ മക്കളെ പഠിപ്പിച്ചതെങ്കിലും അവർ നല്ലതായിട്ട് പഠിക്കുവാനും അതുപോലെ നല്ല സ്വഭാവമുള്ള മക്കളായിട്ട് വളർന്നു വരുവാനായിട്ടൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ഈ 2 മക്കളും അവരുടെ പേരിലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ അറിയപ്പെടുന്നത്. ഒരാള് മിസ് കേരളയാണ്, അതുപോലെ തന്നെ ഒരാള് നേഴ്സ് ആണ്, രണ്ടാമത്തെ ആള് പിന്നെ സംസ്ഥാനത്ത് തന്നെ മികച്ച ഓഫീസറാണ് കസ്റ്റംസിലെ. ഇതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഇതിന്റെ പിന്നില് ഇവരെ പഠിപ്പിച്ച ആദ്യ അക്ഷരം പകർന്നു കൊടുത്ത സ്കൂളിലെ, അതായത് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിലെ അധ്യാപകരുണ്ട്, JJ മർഫി സ്കൂളിലെ അധ്യാപകരുണ്ട്, അതോടൊപ്പം ഞങ്ങളുടെ പിന്നെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അധ്യാപകരുണ്ട്, അവിടുത്തെ പിന്നെ അച്ഛന്മാരുണ്ട്, മഠവുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ച എല്ലാ കഷ്ടതയിലും ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളുടെ അയൽക്കാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. അതോടൊപ്പം ഈ സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സാധാരണ മാതാപിതാക്കളിലൂടെ മക്കൾ അറിയപ്പെടും, ഇത് മക്കളിലൂടെ മാതാപിതാക്കൾ അറിയപ്പെടുന്ന ഒരു വലിയ ദൈവാനുഗ്രഹത്തിന്റെ കരുതലിലൂടെയാണ് ഞങ്ങളിപ്പോ കടന്നു പോകുന്നത് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. മോനെ എന്ത് അനുവും പിള്ളേരും എനിക്ക് പോണം. അത് ഇന്നും നാളെ
ശനി ഞായറൊക്കെ ഉണ്ട് ഡ്യൂട്ടി. ആ ഈ ആഴ്ച ഒത്തിരി വർക്ക് കൂടുതലാണ്. ആ അനുവും പിള്ളേരും അവരെന്ത് ചെയ്യേ? അവരവരെ പണിയിലാണ്. ആ. കളിക്കുന്നുണ്ട്. ആ അടുക്കളയിലുണ്ട്. ആ ഇങ്ങനെ കളിക്കുന്നു. ആ ഹായ് ഹായ്. ആ ആ ആ ആ ഓക്കെ. ആ ശരി. ആ വിളിക്കാം വിളിക്കാം. ലൈവ് പോവാ. ലൈവല്ലേ വീഡിയോ ലൈവല്ലേ? കട്ട് ചെയ്തു. ഓക്കെ വേണേ. ഈ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫാമിലിയാണ്. എന്റെ എല്ലാ ജോലി തിരക്കുകളിലും എന്റെ എല്ലാ ടെൻഷനും എന്താ പറയുന്നത്, എന്റെ എല്ലാ ജോലി തിരക്കുകളിലും എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും എത്ര ടെൻഷനുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴും അത് മനസ്സിലാക്കി കൂടെ നിൽക്കുകയും ചെയ്യുന്ന അനുമോൾക്കും മക്കൾക്കും ഞാൻ ഈ ഒരു അവസരത്തില് ഒരുപാട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരോട് നേരിട്ട് പറയാൻ പറ്റത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടി. എന്റെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് ജോലി തിരക്കുകൾ കഴിഞ്ഞിട്ട് ടെൻഷനോടുകൂടി നമ്മള് പല ടെൻഷനോടുകൂടി വീട്ടിലെത്തുമ്പോൾ പോലും അവരതെല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നതോട് മാത്രമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. അതില് ഞാന് അവരുടെ ആ ഒരു നല്ല ഒരു സപ്പോർട്ടിന് ഞാൻ അഭിമാനിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. അപ്പം നമ്മളോട് ഈ ഇത്രയും തിരക്കിനിടയിലും എനിക്ക് ഈ 10 മിനിറ്റ് സമയം നമ്മുടെ ഇന്റർവ്യൂവിനൊക്കെ തന്നതിന് വളരെയധികം സന്തോഷം. നമ്മളിവിടെ എന്തേറ്റ് വരുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് നന്ദി ചേട്ടൻ. ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴിച്ച് എനിക്ക് വേണ്ടി വന്ന് ഇവിടെ വന്ന് എന്നോട് സംസാരിക്കാനുള്ള സാഹചര്യത്തിൽ ഞാൻ വലിയ രീതിയിൽ വിലയിരുത്തുന്ന വളരെ സന്തോഷം. ഒരുപാട് നന്ദി. ഓക്കെ.